നമ്മുടെ ഈ ഒരു ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ ഒട്ടനവധി രഹസ്യങ്ങളെ ചേർത്തിണക്കിയ ഒരു മാപ്പ്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ പ്രപഞ്ച രഹസ്യങ്ങൾ, അന്യഗ്രഹ ജീവികൾ, പുരാതന നാഗരികതകൾ, ഭൂമിക്കകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സിവിലൈസേഷൻ, നമ്മുടെ ഒരു ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സീക്രട്ട് സൊസൈറ്റികൾ, ഇങ്ങനെ തുടങ്ങി നൂറുകണക്കിന് വിഷയങ്ങളെ കോർത്തിണക്കിയ ഒരു സീക്രട്ട് ഡയഗ്രാം. അതാണ് ദ ഗ്രേറ്റ് അവേക്കനിങ് മാപ്പ്. എപ്സിൻ ഫയൽസ് വലിയ രീതിയിൽ ചർച്ചയായതോടുകൂടെ ഇപ്പോൾ പലരും ഗ്രേറ്റ് അവേക്കനിങ് മാപ്പിന്റെ രഹസ്യങ്ങൾ അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. ഈ ഒരു വീഡിയോയിലൂടെ വിശദമായ രീതിയിൽ എന്താണ് ഈ മാപ്പ് എന്നും എന്തെല്ലാം രഹസ്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നതെന്നും വിശദമായ രീതിയിൽ നമുക്ക് പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. വിശദമായിട്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ എന്നോണം പറയാം. നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ഗ്രേറ്റ് അവേക്കനിങ് മാപ്പിനകത്ത് ഒരുപാടധികം വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിൽ പലതും പല ഗൂഢാലോചന സിദ്ധാന്തങ്ങളുടെ, കോൺസ്പിറസി തിയറികളുടെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ കേൾക്കുമ്പോൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു സൈഫൈ സിനിമ കണ്ടിരിക്കുന്നത് പോലെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു മാപ്പിനകത്തുള്ള ഓരോരോ കാര്യങ്ങളും വരുന്നത്. സോ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ നമ്മൾ ഗ്രേറ്റ് അവേക്കനിങ് മാപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് നിലവിലെ കാലഘട്ടത്തിലെ ഈ ഗ്രേറ്റ് അവേക്കനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ച് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഭാഷാപരമായിട്ടുള്ള അർത്ഥം പരിശോധിച്ച് നോക്കുമ്പോൾ മഹത്തായ ഒരു ഉണർവ് എന്ന രീതിയിലൊക്കെയാണ് ഗ്രേറ്റ് അവേക്കനിങ്ങിന്റെ അർത്ഥം വരുന്നത്. മനുഷ്യരുടെ ചിന്താഗതിയിൽ പെട്ടെന്നുണ്ടാകുന്ന വലിയ മാറ്റം അല്ലെങ്കിൽ വലിയൊരു ബോധോദയത്തെയൊക്കെ തന്നെയാണ് ഈ മഹത്തായ ഉണർവ് കൊണ്ട്, ഗ്രേറ്റ് അവേക്കനിങ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ചരിത്രത്തിൽ പല പല കാലഘട്ടങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള മഹത്തായ ഉണർവുകൾ, ഗ്രേറ്റ് അവേക്കനിങ്ങുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ഒക്കെ യൂറോപ്പിലും അതുപോലെ തന്നെ അമേരിക്കയിലും ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മതപരമായിട്ടുള്ള ശക്തമായിട്ടുള്ള ചില മുന്നേറ്റങ്ങളായിരുന്നു. പള്ളികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മതപരമായ വലിയ ഇവന്റുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് സ്ത്രീകളുടെ വോട്ടവകാശം, അടിമത്ത വ്യവസ്ഥ നിർത്തലാക്കുന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹത്തായ പല ചിന്തകളിലേക്കും ആളുകൾ ഇറങ്ങിത്തിരിക്കാനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ആരംഭിക്കാനും ഒക്കെ ഇത്തരത്തിലുള്ള ഈ ഗ്രേറ്റ് അവേക്കനിങ്ങുകൾ ആ കാലഘട്ടങ്ങളിൽ വലിയ മുതൽക്കൂട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഇനി പുതിയ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഈ ഗ്രേറ്റ് അവേക്കനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തെ നിയന്ത്രിക്കുന്ന അദൃശ്യ ശക്തികളെക്കുറിച്ചും അതുപോലെ തന്നെ നിലവിലെ വ്യവസ്ഥിതികളിലെ രഹസ്യങ്ങളെക്കുറിച്ചുമൊക്കെ സാധാരണക്കാരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, നമ്മൾ ഓരോരുത്തരും ഉണർന്ന് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ തിരിച്ചറിയുക എന്നതൊക്കെയാണ് നിലവിലെ ലോകത്തിൽ ഗ്രേറ്റ് അവേക്കനിങ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്, ഉദ്ദേശം വെക്കുന്നത്. ഇനി ഗ്രേറ്റ് അവേക്കനിങ് മാപ്പിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ നിർമ്മാതാവ് എന്ന് പറയുന്നത് ചാംപരിനിയ എന്ന് പറയുന്ന തായ്ലൻഡിൽ താമസിക്കുന്ന ഒരു യോഗിയായിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ്. അദ്ദേഹം ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് സ്വന്തം ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് ആത്മീയതയിലേക്കും ധ്യാനത്തിലേക്കും എത്തിയിട്ടുള്ള തൻ്റെ അറിവുകൾ ലോകത്തിന് സമ്മാനിക്കുക എന്ന രീതിയിലാണ്. ഏറെക്കുറെ 10 വർഷക്കാലത്തോളം റിസർച്ചുകൾ നടത്തിയിട്ടാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഈ ഗ്രേറ്റ് അവേക്കനിങ് മാപ്പിലേക്ക് എത്തിച്ചേരുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മാപ്പ് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ തന്നെ മറുപടി എസ്കേപ്പ് ദ മെട്രിക്സ് ആൻഡ് റിട്ടേൺ ടു സോഴ്സ് എന്നതാണ്. അതായത് ആളുകളെ മെട്രിക്സിൽ നിന്ന് രക്ഷിക്കാനും കോൺഷ്യസ്നെസ്സിലേക്ക് നയിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അതിലേക്ക് ലക്ഷ്യമിടുന്ന രീതിയിലാണ് താൻ ഈ ഒരു മാപ്പിനെ നിർമ്മിച്ചിട്ടുള്ളത് എന്നതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. സോ കൃത്യമായ രീതിയിൽ എന്താണ് ഈ ഗ്രേറ്റ് അവേക്കനിങ് എന്നും എന്താണ് ഈ ഗ്രേറ്റ് അവേക്കനിങ് മാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും ഒക്കെ വിശദമായിട്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു മാപ്പിനകത്തുള്ള കണ്ടന്റുകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് വിശദമായ രീതിയിൽ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലോകത്ത്, നമ്മുടെ ഒരു പ്രപഞ്ചത്തിൽ സംഭവിച്ചു കഴിഞ്ഞതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളിലേക്കും ഈ മാപ്പ് വിരൽ ചൂണ്ടുന്നുണ്ട്, അല്ലെങ്കിൽ ചൂണ്ടുന്നതായിട്ട് നമ്മളെ തോന്നിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സീക്രട്ട് ഗവൺമെൻറ്റ്സ്, ആൻഷ്യൻ സിവിലൈസേഷൻസ്, UFOകൾ, സ്പിരിച്വാലിറ്റി, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് ഈ ഒരു മാപ്പിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മാപ്പിന് വായിക്കേണ്ടത് ഇതിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് മുകളിലേക്കാണെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ ആദ്യഘട്ടത്തിൽ നമുക്ക്
നമുക്ക് സാധാരണ രാഷ്ട്രീയ അഴിമതികളും മെട്രിക്സ് എന്ന് വിളിക്കപ്പെടുന്ന അടിമത്ത വ്യവസ്ഥയെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ കാണാം. മുകളിലേക്ക് പോകുന്തോറും അന്യഗ്രഹ ജീവികൾ, സീക്രട്ട് സ്പേസ് പ്രോഗ്രാം, ആത്മീയപരമായിട്ടുള്ള സത്യങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങൾ ഇതിൽ ചെറിയ രീതിയിൽ പരാമർശിച്ചു പോകുന്നതായിട്ട് വിശദമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതിലുള്ള ഓരോരോ വിഷയങ്ങളെക്കുറിച്ച്, അതിൽ തന്നെ പ്രധാനമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മുടെ കണ്ണുകളിൽ പോകുന്നത് ക്യൂ ഡോട്ട് എന്ന് എഴുതിയിട്ടുള്ള ഒരു വലിയ സർക്കിളിലേക്കാണ്. അഥവാ ക്യൂ ആനോൺ എന്നും അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ട്രംപിന്റെ പേര് പോലും ഈ ഒരു സർക്കിളിനകത്ത് നമുക്ക് കാണാം. ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമുള്ള വിശദീകരണങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രഹസ്യ സംഘമാണ്. കാബൽസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇവർ കുട്ടികളെ കടത്തുകയും സാത്താൻ ആരാധന നടത്തുകയും ചെയ്തു വരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സോ എന്തുകൊണ്ട് എഫ്സിൻസ് ഫയൽസുമായിട്ടൊക്കെ വലിയ രീതിയിൽ ആളുകൾ ഇപ്പോൾ ഈ ഒരു ഗ്രേറ്റ് അവേക്കനിങ് മാപ്പിനെ കണക്ട് ചെയ്യുന്നു എന്ന കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയ രീതിയിലെങ്കിലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. എഫ്സിൻ ഫയൽസിൽ നമ്മൾ പലപ്പോഴും പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കുട്ടികളെ കടത്തുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അതൊക്കെ തന്നെയും തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമായിരുന്നു. സോ പല ആളുകളും അത്തരമൊരു കാര്യം വന്നതോടുകൂടെ ഓക്കെ, ഗ്രേറ്റ് അവേക്കനിങ് മാപ്പിൽ ഇങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് എന്ന രീതിയിലേക്ക് പരസ്പരം കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇന്ന് വലിയ രീതിയിൽ ഇപ്പോൾ ഗ്രേറ്റ് അവേക്കനിങ് മാപ്പും വ്യത്യസ്ത സാമൂഹിക മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വലിയൊരു ചർച്ചാ വിഷയമായിട്ട് വരുന്നത്. ഒരുപാടധികം ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ ഈ വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടി എനിക്കും ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കൂടുതലായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. ഇനി ഇവിടെ ഈ ഒരു സർക്കിളിനകത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ട്രംപ് എന്ന പേരിനെ കുറിച്ചുള്ള വിശദീകരണം, ട്രംപ് ഈ ഒരു കാബൽസിനെ തകർക്കാൻ വേണ്ടി, ഈ ഒരു രഹസ്യ സംഘത്തെ തകർക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന രീതിയിലാണ്. മാത്രവുമല്ല ദ സ്റ്റോം എന്നറിയപ്പെടുന്ന വലിയൊരു മാറ്റം ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്നു എന്നൊരു പ്രഖ്യാപനം കൂടെ ഇതിന്റെ ഭാഗമായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ കാബൽസ് എന്ന് പറയുന്ന ഈ ഒരു സംഘം തകരുന്നതോട് കൂടിയിട്ട് ലോകത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ തന്നെയും സംഭവിക്കാൻ പോകുന്നതായിരിക്കും. ടെക്നോളജി സൈഡിലാണെങ്കിലും മറ്റുമൊക്കെ തന്നെയും ലോകത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും ഇതിന്റെ ഒക്കെ തന്നെയും അഡ്വാൻറ്റേജ് കൂടെ ലഭിക്കുന്നതായിരിക്കും. ഈ കാര്യങ്ങൾ എന്തെല്ലാമാണെന്നൊക്കെ വീഡിയോയുടെ അവസാന ഭാഗം എത്തുമ്പോഴേക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു രണ്ടാമത്തെ വലിയ രീതിയിൽ നമ്മുടെ ശ്രദ്ധ പതിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സീക്രട്ട് സ്പേസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടതാണ്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സോളാർ വാർഡനുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് ഈ ഒരു വിഷയം എന്ന കാര്യത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 2001, 2002 കാലഘട്ടത്തിൽ അമേരിക്കയുടെ സൈന്യത്തിന്റെ കമ്പ്യൂട്ടറുകളൊക്കെ തന്നെയും ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബ്രിട്ടീഷ് ഹാക്കറാണ് ഗാരി മക്കിനൻ. അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ കണ്ടെത്തിയിട്ടുള്ള ചില വിചിത്രമായിട്ടുള്ള കാര്യങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു ഈ സോളാർ വാർഡൻ എന്ന് പറയുന്നത്. അതായത് ഭൂമിയുടെ പുറത്ത് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സൈന്യം തന്നെ നിലകൊള്ളുന്നുണ്ട്. ഈ ഒരു സൈന്യത്തിൽ മനുഷ്യരെ കൂടാതെ അന്യഗ്രഹ ജീവികൾ കൂടെ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു വിഷയം പ്രതിപാദിക്കുന്നത്. വിശദമായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 8 കൂറ്റൻ മദർ ഷിപ്പുകളും 40-ലധികം ചെറിയ പ്രൊട്ടക്ടർ ഷിപ്പുകളും ഒക്കെ അടങ്ങുന്നതാണ് ഭൂമിയുടെ പുറത്ത് ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന ഈ ഒരു സൈന്യം എന്ന് പറയുന്നത്. 1960-കളിൽ അല്ലെങ്കിൽ 80-കളിലൊക്കെയാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ ഇത്തരം ഒരു ടെക്നോളജി തന്നെ മനുഷ്യൻ കൃത്യമായിട്ട് കണ്ടെത്തുന്നത്. അതിൽ തന്നെ നമ്മൾ ഈ ഒരു മാപ്പിൽ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ TR-3B എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് 600 അടി വീതിയുള്ള ആന്റി ഗ്രാവിറ്റി സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കറുത്ത നിറത്തിലുള്ളൊരു ത്രികോണാകൃതിയിലുള്ള വിമാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ ടെക്നോളജി, ഇത്രയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ടെക്നോളജി എങ്ങനെ മനുഷ്യർക്ക് കിട്ടി എന്നതിനുള്ള ഉത്തരമാണ് നമ്മൾ ആ പറഞ്ഞ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതായത് ഭൂമിയിലേക്ക് മുൻകാലങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഭൂമിയിൽ ലഭ്യമായിട്ടുണ്ടായിരുന്ന അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ടെക്നോളജിയെക്കുറിച്ച് റിവേഴ്സ് രീതിയിൽ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്വന്തം സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. നമ്മുടെ ഭൂമിയുടെ പുറത്ത് നമുക്കൊരു സോളാർ വാർഡൻ എന്ന് പറയുന്ന ഒരു സൈന്യത്തെ തന്നെ വിന്യസിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ന രീതിയിലാണ് ഈ ഒരു സർക്കിളും അതിനകത്തുള്ള കാര്യങ്ങളും ഒക്കെ തന്നെയും വിരൽ ചൂണ്ടുന്നത്. കേട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊക്കെ ഇതൊരു വലിയ അത്ഭുതമായിട്ടൊരു കൗതുകമായിട്ടൊക്കെ തോന്നുന്നുണ്ടല്ലേ. അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. ഇതൊക്കെ തന്നെ വലിയൊരു ഗൂഢാലോചന സിദ്ധാന്തങ്ങളുടെ ഭാഗമായിട്ട് പോലും മാറുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരുപാടധികം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ടെന്ന്. സോ ഇതിനൊക്കെ തന്നെയും ആ ഒരു രീതിയിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതിയാകും. അതിനും അപ്പുറത്തേക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള തെളിവുകളുമില്ല എന്നതാണ് യാഥാർത്ഥ്യം.
മൂന്നാമത്തെ വലിയൊരു കാര്യം വരുന്നത് അത് ഹെൽത്ത് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വലിയൊരു രഹസ്യമാണ്. അത് മെഡ് ബെഡ്സുമായി ബന്ധപ്പെട്ടതാണ്. രഹസ്യമായിട്ടുള്ള സൈനിക ബങ്കറുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന അന്യഗ്രഹ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ ബെഡുകളെ കുറിച്ചാണ് ഈ പരാമർശം വരുന്നത്. 3 തരത്തിലുള്ള ബെഡുകളുണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഹോളോഗ്രാഫിക് മെഡ് ബെഡ് ആണ്. മനുഷ്യ ശരീരത്തിലുള്ള രോഗങ്ങളെ വളരെ കൃത്യമായ രീതിയിൽ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള ബെഡുകൾ ഉപയോഗിക്കുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് റീജനറേറ്റീവ് മെഡ് ബെഡ്സ് ആണ്. നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അവയവം തന്നെ മുറിഞ്ഞു പോയി കഴിഞ്ഞാലും അതിനെ റീജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡ് ബെഡ് ആണ് ഈ റീജനറേറ്റീവ് മെഡ് ബെഡ്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് മറ്റൊരു ബെഡ് കൂടെയുണ്ട്. അതാണ് ഏജ് റീജനറേഷൻ ബെഡ്. നമ്മുടെ ഏജിന്, നമ്മുടെ പ്രായത്തൊക്കെ തന്നെയും കുറക്കാനും അതുപോലെ തന്നെ നമ്മുടെ DNA പോലും മാറ്റങ്ങൾ വരുത്താനുമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഏജ് റീജനറേഷൻ ബെഡ് എന്ന് പറയുന്നത്. മുമ്പ് പറഞ്ഞ കാര്യങ്ങളെ പോലെ തന്നെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വിശ്വസിക്കണോ വേണ്ടയോ എന്നൊക്കെ നമ്മൾ പലകുറി ചിന്തിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണിത്. ഇവിടെ ഇതുമായി ചേർന്നുകൊണ്ട് പറയപ്പെടുന്ന മറ്റൊരു കാര്യം, നമ്മൾ മുമ്പേ പരാമർശിച്ച ലോകത്തെ നിയന്ത്രിക്കുന്ന സീക്രട്ട് സംഘടനകൾ അല്ലെങ്കിൽ കാബിൽസ് തകരുന്നതോട് കൂടിയിട്ട് ഈ ഒരു സാങ്കേതിക വിദ്യ, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ബെഡുകളൊക്കെ തന്നെയും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. ഇതിൻ്റെ മാക്സിമം അഡ്വാൻറ്റേജസ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും ലഭ്യമായി തുടങ്ങുന്നതായിരിക്കും എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇവിടെയും മുൻപേ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം ബെഡുകളുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള തെളിവുകളും ഇന്നും അവശേഷിക്കുന്നില്ല. നാലാമതായിട്ട് വരുന്ന കാര്യം വലിയൊരു സാമ്പത്തിക വിപ്ലവത്തെ കുറിച്ചാണ്. നെസറ അല്ലെങ്കിൽ ഗസറ, അതായത് നാഷണൽ ഓർ ഗ്ലോബൽ എക്കണോമിക് സെക്യൂരിറ്റി ആൻഡ് റീഫോം ആക്ട് എന്ന് പറയുന്ന ഒരു നിയമത്തെക്കുറിച്ച്, ഒരു ആക്ടിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഇവിടെയുണ്ട്. അതായത് ലോക സാമ്പത്തിക ക്രമത്തിൽ വലിയൊരു മാറ്റം വരാനിരിക്കുന്നു എന്ന കാര്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഇതിൻ്റെ അനന്തരഫലമായിട്ട് നമുക്ക് ഏവർക്കും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വലിയ രീതിയിൽ തന്നെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ബാങ്കുകൾ നമ്മളുടെ എല്ലാവരുടെയും കടങ്ങൾ പൂർണ്ണമായിട്ടും എഴുതി തള്ളാൻ പോകുന്നുവെന്നും അതോടൊപ്പം തന്നെ സ്വർണം ബേസ്ഡ് ആയിട്ടുള്ള പുതിയൊരു കറൻസി കൂടെ ഉടലെടുക്കാൻ പോകുന്നു എന്ന കാര്യങ്ങളിലേക്കൊക്കെ തന്നെയും ഈ ഒരു ഗ്രേറ്റ് അവേക്കനിങ് മാപ്പ് വിരൽ ചൂണ്ടുന്നുണ്ട്. ഇതൊക്കെ തന്നെയും എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നൊക്കെ തീർച്ചയായിട്ടും നമ്മൾ കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. ചുമ്മാ കേട്ട് കണ്ടു പോകാൻ പറ്റുന്ന വെറും ഒരു കാര്യമായിട്ട് ഇതിനെ എടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. അഞ്ചാമതായിട്ട് നമ്മുടെ ശ്രദ്ധ പതിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അത് മറക്കപ്പെട്ട ചരിത്രങ്ങളെ കുറിച്ചാണ്. അറ്റ്ലാന്റിസ്, ലെമൂറിയ തുടങ്ങിയിട്ടുള്ള പുരാതന നാഗരികതകളെ കുറിച്ചും അതുപോലെ തന്നെ ടെർട്ടാറി എന്ന് പറയുന്ന മായ്ക്കപ്പെട്ട സാമ്രാജ്യത്തെക്കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങൾ നമുക്ക് ഈ ഒരു മാപ്പിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഈ പറഞ്ഞ അറ്റ്ലാന്റിസ് ആണെങ്കിലും അതുപോലെ തന്നെ ലെമൂറിയ അല്ലെങ്കിൽ കുമരി ഖണ്ഡത്തെക്കുറിച്ചൊക്കെ ആണെങ്കിലും വിശദമായ രീതിയിൽ നമ്മൾ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലോകത്ത് വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ അറ്റ്ലാന്റിസിലെയും ലെമൂറിയയിലെയും ഒക്കെ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് ഈ ഒരു കോൺസ്പിറസി തിയറി വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വിശദീകരിക്കുമ്പോൾ പഴയ കാലത്തുണ്ടായിരുന്ന പല വലിയ കെട്ടിടങ്ങളുടെയും താഴികക്കുടങ്ങൾ അത് വെറുതെ ഭംഗിക്ക് കാണാൻ വേണ്ടി മാത്രം നിർമ്മിച്ചവയായിരുന്നില്ല, മറിച്ച് നമ്മുടെ പ്രപഞ്ചത്തിൽ നിന്ന് ഫ്രീ എനർജി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചെടുത്തതായിരുന്നു. ഫ്രീ എനർജിയെ വലിച്ചെടുക്കാനുള്ള ഉപകരണങ്ങളായിരുന്നു അവ എന്ന രീതിയിലൊക്കെ തന്നെയും മാപ്പ് വിരൽ ചൂണ്ടുന്നുണ്ട്. അതായത് വളരെ അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാടധികം കോൺസ്പിറസി തിയറികളെ കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരുപാടധികം കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഗ്രേറ്റ് അവേക്കനിങ് മാപ്പ് എന്ന് പറഞ്ഞുള്ള ഈ ഒരു മാപ്പ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ മാപ്പിനകത്തുണ്ടായിരുന്ന വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ ഇതിലുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ രീതിയിൽ നമ്മുടെ ശ്രദ്ധ പതിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗ്രേറ്റ് സോളാർ ഫ്ലാഷ് ആണ്. ഇങ്ങനെ ഒരു വലിയൊരു സോളാർ വിൻഡ് അല്ലെങ്കിൽ വലിയൊരു സോളാർ ഫ്ലാഷ് വരുന്നതോടുകൂടെ നമ്മുടെ ഒരു ലോകത്ത് വ്യത്യസ്ത മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്നും മനുഷ്യരുടെ DNA പോലും വലിയ മാറ്റങ്ങൾ ഇത് വരുത്താൻ സാധ്യതയുണ്ടെന്നും വലിയൊരു ഗ്രേറ്റ് അവേക്കനിങ് ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുമെന്ന രീതിയിലേക്കൊക്കെ തന്നെയും ഗ്രേറ്റ് സോളാർ ഫ്ലാഷ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നൽകിയിട്ടുള്ള കാര്യം മാത്രം വിരൽ ചൂണ്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ദ സൺ, സാറ്റേൺ, അതുപോലെ ഡാർക്ക് ഫ്ലീറ്റ്, അങ്ങനെ തുടങ്ങി ആൻഷ്യൻ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ആൻഷ്യൻ്റ് ഏലിയൻ, അവേക്കനിങ് കോൺഷ്യസ്നെസ്, അങ്ങനെ
തുടങ്ങി ഒരുപാടധികം ഇന്നർ എർത്ത് സിവിലൈസേഷൻസ് അങ്ങനെ തുടങ്ങി ഒരുപാടധികം കാര്യങ്ങളെക്കുറിച്ച് ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അന്റാർട്ടിക്കയെക്കുറിച്ച്, എർത്തിനെ കുറിച്ച്, ഒപ്റ്റിമൽ ടൈം ലൈൻ റിയാലിറ്റിയെക്കുറിച്ച്, ലോ ഓഫ് ലൈൻ, പോർട്ടൽ സിസ്റ്റം, അങ്ങനെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടിബറ്റ് ഉണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങളെക്കുറിച്ച്, ചന്ദ്രനെക്കുറിച്ചും മാർസിനെക്കുറിച്ചും വീനസിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പ്രതിപാദിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഈ അന്റാർട്ടിക്ക അതുപോലെ തന്നെ ഇന്നർ എർത്ത് സിവിലൈസേഷൻ ഇതുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പലരും വിശദീകരിക്കുന്നത് അന്റാർട്ടിക്കയുടെ അകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സിവിലൈസേഷനെ കുറിച്ച്, അതുപോലെ ഇന്നർ എർത്ത് സിവിലൈസേഷൻ അഗാത്ത എന്നൊക്കെ പറയുന്ന നമ്മൾ മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഹോളോ എർത്ത് തിയറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ഒരുപാടധികം ലോകത്ത് നിലനിൽക്കുന്ന കോൺസ്പിറസി തിയറികൾ എത്രയൊക്കെ ഉണ്ടോ എന്തൊക്കെയുണ്ടോ അതിലേക്കൊക്കെ തന്നെയും വിരൽ ചൂണ്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഗ്രേറ്റ് അവേക്കനിങ് മാപ്പ് നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു മാപ്പിലുള്ള കണ്ടന്റുകൾ ഒരു സാധാരണക്കാരൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ ആ ഓരോരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് അയാൾ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഒരു അവേക്കനിങ്, ഒരു പുതിയ ഉണർവ് അയാൾക്ക് ലഭിക്കുന്ന, ഒരു ഉത്ബോധനം അയാൾക്ക് ലഭിക്കുന്ന രീതിയിലായിരിക്കാം ഒരു പക്ഷേ ഇതിന്റെ നിർമ്മാതാവ് ഈ ഒരു മാപ്പിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പക്ഷെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞു വെച്ചിട്ടുള്ളതിൽ ഭൂരിഭാഗം കാര്യങ്ങളും ലോകത്ത് കോൺസ്പിറസി തിയറികളായിട്ട്, ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ചുമ്മാ കെട്ടിപ്പടച്ച് ചില കെട്ടുകഥകളും മാത്രമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗ്രേറ്റ് അവേക്കനിങ് മാപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ ഫോട്ടോ, ഈ ഒരു മാപ്പിന്റെ ചിത്രം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വിശദമായ രീതിയിൽ അത് സൂം ചെയ്ത് നോക്കി ഓരോരോ കാര്യങ്ങളെക്കുറിച്ചും ഏതെങ്കിലും ഒരു ടൂളിനോട് ചോദിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം എന്തായാലും നമ്മൾ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യണം. വളരെ കൃത്യമായ രീതിയിൽ എന്താണ് ഈ ഗ്രേറ്റ് അവേക്കനിങ് മാപ്പ് എന്നും അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളതെന്നും എന്തിനാണ് ഇത്തരം ഒരു മാപ്പ് നിർമ്മിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡാറ്റകളൊന്നും ഓൾറെഡി അവൈലബിൾ അല്ല. അപ്പോൾ ലഭ്യമായ പരിമിതമായിട്ടുള്ള ചില രേഖകൾ, ചില ഡാറ്റകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഭാഗത്തെക്കുറിച്ച് കൂടുതലായിട്ട് വല്ല വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്തുക. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് പഠിച്ച് മനസ്സിലാക്കി ആ ഒരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നമ്മൾ ഈ മാപ്പിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം ഏതാണ് എന്നതിനെക്കുറിച്ചും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ബൈ.